സംഭവങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ തൊപ്പി ആയാലും അവരുടെ ഗ്യാങ്ങിൽ ആരായാലും ലൈവും കാര്യങ്ങളൊക്കെ കുറച്ച് കാലത്ത് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വ്യൂസ്, അവരുടെ ലൈവ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെച്ചാൽ ഞാൻ അവരുടെ വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കറിയാമെന്നല്ല, എന്നെപ്പോലെ അറിയാവുന്ന കുറേ മച്ചാന്മാരുണ്ടാവും. മച്ചാൻ അവർക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ തൊപ്പി ആയാലും 2 മാസമായിട്ട് വീഡിയോയും കാര്യങ്ങളും ലൈവിലേ വരുന്നില്ല. അപ്പോൾ തൊപ്പി എന്ന പേര്, അതായത് ആ ഗ്യാങ്, അവരുടെ ബിസിനസ് താഴേക്ക് പോകാതിരിക്കാനായിട്ട് പുതിയ കണ്ടന്റായിട്ട് വന്നു വെച്ചാനേ ഫുള്ള് അവരുടെ പ്ലാനിങ് വെച്ചാനേ അതൊക്കെ കണ്ടുപോകുമ്പോൾ അപ്പോൾ നമുക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി വന്നു. അയ്യോ ഇനിയിപ്പോൾ എന്തായിരിക്കും സ്കീം, എന്തായിരിക്കും സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളാച്ചാൽ അവരുടെ ലൈവിൽ ഇനിയും കയറും. നമുക്ക് നമ്മുടെ ഇഷ്ടം വല്ലവന്മാരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് കാണാനാണല്ലോ വെച്ചാൽ. അതുകൊണ്ട് നമ്മൾ കയറി കാണുകയും ചെയ്യും, അവന്മാർക്ക് യൂസും കയറും. MRC ഗ്യാങ്ങിൻ്റെ ബിസിനസ് അങ്ങ് കത്തും. അതാണ് മച്ചാനെ നടക്കാൻ പോണേ. പിന്നെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ സെറ്റാക്കി അല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് MRC ഇഷ്യൂ, എന്താണ് മമ്മു പറയണത്. പിന്നെ മറ്റേ ഡാക്കളൊക്കെ ഇല്ലേ, ഹുക്കായിട്ട് തന്നെ ഡാവ് പറയണത് കേട്ടോ. ഹുക്കായിട്ട് പറഞ്ഞ ഡാവ് പറയണത് അവനൊക്കെ പെട്ട ആ ബിസിനസ്. എടാ ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തൊപ്പി 1 രൂപ ലാഭം നോക്കിയിട്ടാണ് മറ്റൊരു കാര്യം ചെയ്യത്തുള്ളൂ. അതെ, അവൻ്റെ ബിസിനസ് അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ബിൽഡ് ചെയ്ത് വെക്കുന്നത്. ഈ കാണുന്ന പിള്ളേരൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു.